ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീത ഞായറാഴ്ച പ്രഭാതത്തിൽ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ദൈവം ഇടവരുത്തി ആയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാർത്തോമാ സഭയായി വൈദിക ഞായറായിട്ട് ആചരിക്കുന്ന ഈ ദിനത്തിൽ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ദൈവത്തോടൊപ്പം അവൻ്റെ വേലയിൽ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കാര്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 13 വാക്യങ്ങൾ ഇന്ന് 2-ാം പാഠമായി വായിച്ചപ്പോൾ അവിടെ തിമോഥെയോസിനെ ഇടയലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. 1ഉം 2ഉം ലേഖനങ്ങൾ വളരെ കൃത്യമായി ഒരുവൻ എങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഓർപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ സഭാപരിപാലനവും ഭരണവും സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ ശുശ്രൂഷകന്മാർക്ക് എഴുതി നൽകി. അതുകൊണ്ട് അവയെ ഇടയലേഖനങ്ങൾ എന്ന് വിളിക്കുന്നു. അക്കൂട്ടത്തിൽ അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ വന്ദനം ചെയ്തിട്ട് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ വാഗ്ദത്തപ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയമകനായ തിമോഥെയോസിനെ എഴുതുന്നതെന്ന് പറയുമ്പോൾ ആത്മബന്ധത്തിന്റെ ആ ഊഷ്മളത കൃത്യമായിട്ട് പ്രതിപാദിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 2-ാം അധ്യായത്തിൽ 2:2 വായിക്കുമ്പോൾ എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ആരാണ് ആധാരമായിരിക്കേണ്ടത്, ആരെയാണ് പ്രതിപാദിക്കേണ്ടത്, ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഓർപ്പിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ 2-ാം അധ്യായത്തിൽ തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ ആരാധനയെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട്. പരസ്യ ആരാധനയിലെ പ്രാർത്ഥന അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളപ്പോൾ താഴോട്ട് വരുമ്പോൾ സഭയിലെ സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ചും അധ്യക്ഷന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും യോഗ്യതയെക്കുറിച്ചും ഒക്കെ വളരെ ഗംഭീരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. മാത്രമല്ല ദുരുപദേശങ്ങൾക്കും വിശ്വാസത്യാഗത്തിനും എതിരെയുള്ള മുന്നറിയിപ്പും പൗലോസ് അപ്പോസ്തലൻ നൽകിയിട്ടുണ്ട്. ആയതിന് എന്താണ് വേണ്ടത് എന്നുള്ളത് 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് തിമോഥെയോസിനെ ഓർപ്പിച്ച് പറയുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷമെന്ന് പറഞ്ഞപ്പോൾ താൻ വ്യക്തിപരമായി കണ്ടെത്തിയ കാര്യത്തെ മറ്റൊരാളിലേക്ക് ഫലമേൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ആ ഗൗരവം ഒട്ടും ചോരാതെ അതവിടെ പ്രതിപാദിച്ചിരിക്കുക. കാരണം ദൈവത്തിൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയാണ് സഭ. അതിൽ ഇടയന്മാരും ആടുകളും എല്ലാം ഉൾപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരെക്കുറിച്ചും ആ ഒരു കരുതലുണ്ട്. അതുകൊണ്ടാണ് എവൻഗേലിയോൻ ഭാഗത്ത് ഇടയനെക്കുറിച്ചും ഇടയൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഇടയൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇടയൻ ആരാണ്, എന്താണ് ചെയ്യുന്നത്, പ്രവൃത്തിയുടെ ബലം എന്താണ് എന്ന് പറയുന്നുണ്ട്. ആ മഹത്വത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചപ്പോൾ ഇടയൻ ആടുകളെ തൻ്റെ ആലയിൽ കയറ്റുന്നതിന് മുമ്പായി അവയെ എണ്ണി പരിശോധിച്ചാണ് കയറ്റിവെക്കുന്നത്. രാവിലെ ഇറക്കുമ്പോൾ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു, അവയ്ക്ക് മേച്ചിൽ കണ്ടെത്തുന്നു, വെള്ളം കണ്ടെത്തി കൊടുക്കുന്നു. ഇതൊക്കെ ഇടയൻ്റെ പരിപാലനത്തിൻ്റെ സുഖം അനുഭവിക്കുന്നതിനെ കുറിച്ച് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആടുകളും ഇടയനും ഒരുപോലെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയാണ് സഭ എന്ന് പറയുന്നത്. പത്രോസ് തൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പ്രതിപാദിച്ച് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവർ. അപ്പം എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാടും ഒരേ ഉത്തരവാദിത്വം നൽകിയിരിക്കുക. വിളിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം എന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നവരും അല്ലാത്തവരുമെല്ലാം ദുരുപദേശങ്ങളിൽ നിന്ന് സഭയെ രക്ഷിപ്പാനായിട്ട് ഉത്തരവാദിത്വം ഉള്ള ആളുകളാണ്. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ തിരുവെഴുത്തുകളുടെ ദൈവിക ഉദ്ദേശത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അതുകൊണ്ട് അതിനെ ആ തരത്തിൽ കാണുവാനായിട്ട് കഴിയണം. പക്ഷേ 2 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും
അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി മാറും എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുമ്പോൾ, ചുറ്റുപാട് നമ്മൾ കാണുന്ന കാര്യങ്ങളെ അപഗ്രഥിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി, സുവിശേഷത്തിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിട്ട് മാറുന്ന ഒരു കൂട്ടം ആളുകളുടെ മധ്യത്തിൽ നാം ആവും എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്ത്യകാലത്തിൽ ഗുണദോഷങ്ങൾ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് ചിത്രീകരിച്ച് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ തീമോത്തിയോസിന്റെ രണ്ടാം ലേഖനം 1-ാമത്തെ അധ്യായം മുതൽ താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: നിന്റെ ജീവിതത്തിൽ കൃപാവരം നീ ജ്വലിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് പൗലോസ് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സുവിശേഷത്തിനായിട്ട് കഷ്ടം സഹിക്കണമെന്ന് തീമോത്തിയോസിനെ ഓർപ്പിക്കുമ്പോൾ അതെല്ലാവർക്കും ബാധകമാണ്. സുവിശേഷം നിമിത്തം ലജ്ജയില്ലാത്തവരായിട്ട്, കഷ്ടം സഹിക്കാൻ മനസ്സുള്ളവരായിട്ട് മാറണം. അവൻ എൻ്റെ നല്ല ഉപനിധി അന്ത്യനാൾ വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന ഹൃദയത്തിൽ നിർണയമുള്ളവരായിട്ട് മാറുമ്പോൾ ചുറ്റുപാട് എന്ത് നടന്നാലും അതിൻ്റെ മധ്യേ തലയുയർത്തി നിൽപ്പാനായിട്ട് സാധിക്കുമെന്ന് ഓർപ്പിക്കുക. അതുകൊണ്ട് ഓർപ്പിച്ച് പറയുന്നൊരു കാര്യം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. എന്താണ് സത്യവചനമായി പറഞ്ഞിരിക്കുന്നത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം എന്ന് വ്യക്തമാക്കി തന്നിരിക്കുമ്പോൾ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗൗരവം അല്പം ചോർന്നുപോയോ എന്ന് ഓർപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് ചില രൂപാലങ്കാരങ്ങൾ, ചില മെറ്റഫർ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കായികാഭ്യാസി ഏതു വിധമായിരിക്കണം പോരാടേണ്ടത്? ചട്ടപ്രകാരം പോരാടണം എന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടത് പടയാളിയുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിരിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ജീവിതത്തിൽ ചില വഴികൾ തന്നിട്ടുണ്ട്, ചില മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് പാലിക്കണം, അത് പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ദൈവിക ഉദ്ദേശം നിറവേറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. ദുരുപദേശങ്ങളിൽ സഭയെ രക്ഷിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. തിരുവെഴുത്തുകളുടെ ദൈവിക ഉദ്ദേശം നമ്മിലൂടെ പ്രതിഫലിക്കുന്നതിന് സാധിക്കത്തുള്ളൂ. സഭയുടെ നാഥനായ കർത്താവിൻ്റെ ഉദ്ദേശം പൂർണ്ണമായി നിവർത്തിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ എന്ന് ഓർപ്പിച്ച് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ശുശ്രൂഷയിൽ ജാഗ്രതയുള്ളവനായിരിക്കണം. എല്ലാവരും ശുശ്രൂഷകളിൽ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് മാത്രമല്ല, വിശ്വാസത്യാഗത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുമ്പോൾ അന്ത്യനാളുകളിലെ പ്രവചനം നൽകിയിരിക്കുന്ന ഇടത്ത് ദർശനം നഷ്ടപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കർത്താവിനോടുള്ള കൂറ് ഒരു കാരണവശാലും നഷ്ടപ്പെടാനായിട്ട് പാടില്ല. കാരണം ഈ ലോകത്തിൻ്റെ പ്രഭു കഴിയുമെങ്കിൽ എല്ലാവരെയും തെറ്റിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് കർത്താവിനോടുള്ള വിധേയത്വവും കർത്താവിനുള്ള കൂറും നഷ്ടപ്പെടാനായിട്ട് പാടില്ല എന്ന് പൗലോസ് തൻ്റെ അന്തിമ സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. തൻ്റെ അന്ത്യവാക്കുകളിൽ അത് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ ഓർപ്പിച്ച് പറയുന്നുണ്ട്. അത് നഷ്ടപ്പെടാനായിട്ട് പാടില്ല. യേശു ക്രിസ്തു നിന്റെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ എന്ന് ആശീർവദിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, എന്താ, അനേക ഇടങ്ങളിൽ എന്നോട് എതിർത്ത് നിന്നവരുണ്ട്, എനിക്കെതിരായി നിന്നവരുണ്ട്, അതൊക്കെ ഞാൻ വിഷയമാക്കുന്നില്ല. കാരണം സകലർക്കും സകലവുമായ സുവിശേഷമായ യേശു കർത്താവിനെ ഓർക്കുമ്പോൾ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു വിഷയമല്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇടയരെക്കുറിച്ചും ആളുകളെക്കുറിച്ചും ഒക്കെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെയെങ്കിൽ വൈദ്യവൃത്തിയിലായിരിക്കുന്നവരും മാത്രമല്ല സുവിശേഷകരായിട്ട് കർത്താവിന് വേണ്ടി പോരാടുന്നവരും എല്ലാവരെക്കുറിച്ചും ദൈവത്തിനൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം നിറവേറ്റാനായിട്ട് നാം എന്താ ചെയ്യേണ്ടത് അറിയാമോ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഓർത്തുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ വിശ്വാസത്യാഗം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെതിരെ നമ്മെ തന്നെ സൂക്ഷിക്കുകയും മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.